ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തംബ്നെയിലിൽ കാണിച്ചേക്കുന്നത് പോലെയുള്ള ഒരു ഹാൻഡ് എംബ്രോയിഡറി ഡിസൈനാണ്. ഈ വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ബീഡ്സ് മാത്രം മതി. ഈ പാറ്റേൺ വരുന്നത് നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗത്ത് ഇതുപോലെ ഒരു ഫ്ലവർ ഉണ്ടാവും. എന്നിട്ട് മുകളിലേക്ക് സ്പ്രെഡ് ഔട്ട് ചെയ്യുന്ന പോലെയാണ് ലീവ്സും സ്റ്റെമ്മും വരുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റെം ഇതേപോലെ ജസ്റ്റ് 5 ലൈനാണ് ഞാനിവിടെ വരച്ചു കൊടുത്തേക്കുന്നത്. എന്നിട്ട് ലീവ്സ് വരച്ചേക്കുവാണ്. പിന്നെ ഈ ഒരു പോർഷനിലായിരിക്കും നമ്മളുടെ നെക്ക് വരിക. ആ പാറ്റേൺ നമ്മളിവിടെ ഫാബ്രിക്കിലേക്കും വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഡാർക്ക് ഗ്രീൻ കളറുള്ള ജോർജറ്റ് ഫാബ്രിക്കാണ്. അപ്പോൾ ഇതിനകത്ത് വേറൊരു ഷെയ്ഡായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ആദ്യം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നെക്കിൻ്റെ വർക്കാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് ഗോൾഡൻ കളറുള്ള കട്ട് ബീഡ്സ് ആണ്. നീഡിൽ ഇതുപോലെ ഫാബ്രിക്കിൻ്റെ അടിയിൽ നിന്ന് കുത്തിയെടുത്തിട്ട് 2 കട്ട് ബീഡ്സ് നമ്മൾ നീഡിൽ കോർത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ചെരിച്ച് പിടിച്ചിട്ട് താഴേക്ക് കുത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നെക്കിൽ നമ്മൾ ഇതേപോലെ ആയിരിക്കണം ചെയ്യുന്നത്. ആ വരച്ചേക്കുന്ന ലൈനിലൂടെ നമ്മൾ സ്ലാൻഡിങ് ആയിട്ട് തന്നെ വെച്ച് കൊടുക്കണം. പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്ന നീഡിലിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമ്പർ 12 ആണ്. ഇനി നമ്മൾ ഫസ്റ്റ് വെച്ച ബീഡിൻ്റെ പകുതിയിൽ നിന്ന് നീഡിൽ കുത്തിയെടുക്കുക. എന്നിട്ട് വീണ്ടും 2 ബീഡ് കോർത്തിട്ട് ഇതേപോലെ ചെരിച്ച് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മളിവിടെ എടുത്തേക്കുന്നത് ഷുഗർ ബീഡ്സ് ആണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റെമ്മ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മളിവിടെ ബീഡ്സ് വെച്ച് കൊടുക്കുന്നത് ബാക്ക് സ്റ്റിച്ച് ചെയ്യില്ലേ, ആ ഒരു രീതിയിലാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ നീഡിൽ കുത്തിയെടുത്തിട്ട് ഒരു ബീഡ് കോർക്കുക. എന്നിട്ട് ആ ബീഡ് നമ്മൾ ബാക്കിലേക്കാണ് കുത്തി കൊടുക്കുന്നത്. അപ്പോൾ കണ്ടോ, ഈ ഒരു ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ആ സെയിം പോലെ തന്നെ നമ്മൾ ബീഡ്സും വെച്ച് കൊടുക്കുകയാണ്. വീണ്ടും നമ്മൾ ഇവിടെ ആൻറ്റി ഗോൾഡ് കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ലീവ്സും ചെയ്യുന്നത്. അപ്പം ലീവ്സ് ചെയ്യുമ്പോൾ നമ്മൾ ബോർഡറിൽ മാത്രമാണ് ബീഡ്സ് വെച്ച് കൊടുക്കുന്നത്. ഫില്ലിംഗ് ഇല്ല, ജസ്റ്റ് ആ ബോർഡറിൽ മാത്രം ലീവ്സ് ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ബീഡ്സ് വെച്ച് കൊടുക്കുവാണ്. ഈ ലീഫിൻ്റെ ഈ ഒരു പോർഷനിൽ നിന്ന് നീഡിൽ കുത്തിയെടുത്തിട്ട് ഒരു 3 കട്ട് ബീഡ്സ് നമ്മൾ ഒന്നിച്ച് കോർത്തെടുക്കുകയാണ്. എന്നിട്ട് അത് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കണം.
ഇനി നമ്മൾ ആ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഒരു ഗോൾഡൻ റൗണ്ട് ബീഡ് വെച്ചിട്ട് അതിന് ചുറ്റും ഗോൾഡൻ കട്ട് ബീഡ്സും വെച്ച് കൊടുക്കുവാണ്. ഇനി ആ ഫ്ലവറിൻ്റെ എഡ്ജസിലൂടെ നമ്മൾ കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ്. ഫൈനലി കട്ട് ബീഡ്സ് നമ്മൾ ഇതുപോലെ സ്കാറ്റർ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ കൂടെ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ലുക്കിലായിരിക്കും നമ്മുടെ കുർത്തി വരിക. അപ്പോൾ എല്ലാവരും ഈ ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രം ജേസീസ് ക്രിയേറ്റീവ് ഡിസൈൻസ്. താങ്ക് യു.